നമസ്കാരം. മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനോടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ ഈ വീഡിയോയിൽ തൽക്കാലത്തെ നമുക്ക് മാറ്റിവെക്കാം. കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ ഇവിടെ നടത്തിയിട്ടുള്ള ഭരണ മികവുകൾ, ഒരുപാട് പോരായ്മകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പോരായ്മകൾ നമ്മൾ നൂറുകണക്കിന് വീഡിയോകളിൽ പറഞ്ഞു എന്നതായിരിക്കും ശരി. ഇനി നമുക്കതിലെ ചില മികവുകളെക്കുറിച്ചൊന്ന് സംസാരിക്കണം. ആ ഭരണ മികവുകളെയാണ് നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭ, നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ, ആ സർക്കാരിൻ്റെ ജനകീയ മുഖത്തെ എടുത്തു കാണിച്ച് സഖാവ് പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിൽ വി.ഡി. സതീശനെ വിലയിരുത്തുന്നതിലും അതേ മാനദണ്ഡം നമ്മൾ എടുത്തു പരിശോധിക്കണം. അതായത് പിണറായി വിജയനെ ഏതൊക്കെ രീതിയിൽ വിമർശിച്ചോ, ഏതൊക്കെ രീതിയിൽ അദ്ദേഹത്തെ പൊങ്കാലയിട്ടോ, അതേ മാനദണ്ഡം തന്നെ വി.ഡി. സതീശൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കണം. അതാണ് ഒരു പോളിസി എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കി 5 വർഷം ജനകീയനായി കേരളം ഭരിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണത്തിലൂടെ ചരിത്രം കുറിച്ച് 2ാം തവണയും അധികാരത്തിലേറിയ ശേഷമാണ് സഖാവ് പിണറായി വിജയൻ ചിലരുടെ കണ്ണിലെ കരടായി മാറുന്നത് എന്ന് വേണം നമ്മൾ പറഞ്ഞു തുടങ്ങാൻ. അല്ലെങ്കിൽ അതുമുതൽ തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങണം. ഒരു ഭരണാധികാരി എന്ന നിലയിൽ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോകാനും പറഞ്ഞു പോകാനും നിയന്ത്രണം വേണ്ട പല ഘട്ടങ്ങളിലും അപ്പോഴത്തെ സാഹചര്യങ്ങൾ കൂടി അല്ലെങ്കിൽ വികാര വിക്ഷോഭങ്ങൾ കൊണ്ട് അതിരൂക്ഷ വിമർശനങ്ങൾ ഉണ്ടാകുക സ്വാഭാവികം. സഖാവ് പിണറായി വിജയനാകുമ്പോൾ അത് ഒരു സാധാരണ സംഭവം. അത് നടന്നിട്ടുണ്ട്. അത് മുതലെടുത്തുകൊണ്ട് വ്യക്തിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും പിണറായിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വലിയ തോതിലുള്ള വേട്ടയാടലുകൾ ഉണ്ടായി. അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ രൂപപ്പെടാൻ ഒരുപക്ഷെ പലരും തുനിഞ്ഞിറങ്ങി. ഇനി അങ്ങനെ ആരെങ്കിലും തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം ഈ ജനത്തെ, സാമാന്യ ജനത്തെ വിശ്വസിപ്പിക്കാനും ഒക്കെ ഒന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭരണപക്ഷം പ്രതിരോധത്തിലായി പോകും. വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അവരെ പിന്തുണയ്ക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് നമുക്കറിയാമല്ലോ, കഴിഞ്ഞ പിണറായി വിജയൻ്റെ മേലെ ധാർഷ്ട്യം എന്ന ലേബല് ബോധപൂർവം ചാർത്തി കൊടുക്കാൻ വലിയ തോതിലുള്ള ആസൂത്രിത പ്രചാരണങ്ങൾ അടിച്ചുവിട്ടത്. പിണറായി വിജയൻ്റെ 2ാമത്തെ 5 വർഷ ഭരണകാലം കപടമായിട്ടുള്ള ഒരു കള്ളച്ചിരിയോടെ ജനങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഒക്കെ മയക്കി കള്ളങ്ങൾ പറഞ്ഞ് പറ്റിക്കുന്ന പതിവ് രാഷ്ട്രീയ ശൈലി പക്ഷെ കണ്ടില്ല. പകരം പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി ഗൗരവത്തോടെ വ്യക്തതയോടെ വെട്ടിത്തുറന്നു പറയുന്ന പിണറായിയുടെ സ്വാഭാവിക വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെ മാധ്യമങ്ങൾ ധാർഷ്ട്യമെന്ന് വിളിച്ച് ആക്ഷേപിച്ചു. അവരാണത് തുടങ്ങി വെച്ചത്. ഒരു ധാർഷ്ട്യം, കടക്ക് പുറത്തെന്ന് അവരോടാണ് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് കലിപ്പുണ്ടാവും. അതിന് ചില സാഹചര്യങ്ങൾ പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുത്തു എന്നതാണ് അദ്ദേഹത്തിന് വന്നിട്ടുള്ള പാകപ്പെടാത്ത സത്യമാണ്. പക്ഷേ അതിൻ്റെ സാഹചര്യവും സന്ദർഭവും ഒന്നും പരിശോധിക്കാതെ അതിനെ ധാർഷ്ട്യമെന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു മത്സരമായിരുന്നു പിന്നീട് നടന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. മാധ്യമ സിൻഡിക്കേറ്റുകൾ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് തുടത്തുവിട്ടിട്ടുള്ള ചോദ്യശരങ്ങൾക്ക് മുന്നിൽ പതറിപ്പോകാതെ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വന്നിട്ടുള്ള മാപ്രക്കൂട്ടങ്ങളോട് എന്നാൽ പിന്നെ നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചോ എന്ന മട്ടിൽ പിണറായി വിജയൻ നൽകിയിട്ടുള്ള ശക്തമായ നിലപാടുകൾ, നിന്നിരുന്ന ശക്തമായ നിലപാടുകൾ, അതൊക്കെ ജനവിരുദ്ധമായി ചിത്രീകരിക്കാൻ നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനാരും നിഷേധിച്ചിട്ട് കാര്യമില്ല. കള്ള വാർത്തകൾ ഉണ്ടാക്കിയ പച്ച നുണകളും അർത്ഥസത്യങ്ങളും ഒക്കെ നിർമ്മിച്ച്, അതായത് വെറുതെ കുറേ നുണകൾ ഉണ്ടാക്കി അതിനെ പ്രചരിപ്പിച്ചിട്ട് ഒരു ജനനായകനെ പൊതുസമൂഹത്തിന് മുന്നിൽ വെറുക്കപ്പെട്ടവനായി മാറ്റാനുള്ള സംഘടിത ഒരു ഗൂഢാലോചന, അത് ആ കാലയളവിൽ അരങ്ങേറി എന്നത് ഇപ്പോഴാണ് ജനങ്ങൾക്ക് ബോധ്യമായി തുടങ്ങിയത്. അത് അന്ന് ബോധ്യപ്പെട്ടില്ല. മിക്കവാറും എല്ലാ യൂട്യൂബ് ചാനലും പിണറായി വിജയനെ പൊങ്കാലയിട്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ആരും പറയാൻ തയ്യാറായില്ല. കാരണം അതിലേറെ ആരോപണങ്ങളുണ്ടായിരുന്നു, കുറേയൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളുണ്ടായിരുന്നു. സ്വാഭാവികമായി ഡിഫറൻറ്റ് ആംഗിൾസ് ഇന്നൊന്ന് ഡിഫറൻ്റ് ആകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ അതും കൂടെ ജനങ്ങൾ അറിയട്ടെ. UDF സർക്കാരിൻ്റെ ഇന്നത്തെ നില അതും അറിയട്ടെ. ഇത് രണ്ടും ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയണമല്ലോ. നമുക്ക് പിണറായി സർക്കാരിൻ്റെ കാലത്തേക്ക് വന്നാൽ നവകേരള സദസ്സ് പോലുള്ള വിപുലമായ ജനകീയ സമ്പർക്ക പരിപാടികൾ ആസൂത്രണം ചെയ്തത് അങ്ങനെ തന്നെയാണ്. നാടിൻ്റെ മുക്കിലും മൂലലും അത് സംഘടിപ്പിക്കുകയും ചെയ്തു. ഉദ്ദേശ ഫലമുണ്ടായോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ എന്നാലും അങ്ങനെ സംഘടിപ്പിക്കാൻ തോന്നിയപ്പോൾ അതിലുണ്ടായിട്ടുള്ള നടപടികളെ, സുരക്ഷാ നടപടികളെ ഒക്കെ രക്ഷാപ്രവർത്തനം എന്ന് പ്രയോഗിച്ചിട്ട് അതിലെ കുറ്റകൃത്യത്തെ ലഘൂകരിച്ചത് വഴി ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എതിരാളികൾക്ക് വലിയൊരു വടി ഇട്ടുകൊടുത്തു. അതാണ് പിണറായി വെട്ടിക്കൊടുത്തത്. അപക്വമായിട്ടുള്ള ആ ഒരു പ്രതികരണം സത്യത്തിൽ ഒഴിവാക്കിയിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് ശരിയായ നിയമ നടപടികൾ, അത്തരത്തിൽ ആക്രമിച്ചത് തെറ്റാണ് എന്ന് പൊതുജനം പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രതിപക്ഷം പറഞ്ഞാൽ അതിനെന്നാൽ നിയമ നടപടികൾ എന്താണ് വേണ്ടത് അതെടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ചിത്രം മറ്റൊരു രൂപത്തിലായെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സുരക്ഷ നമുക്കറിയാമല്ലോ എന്താണെന്ന്. വി.ഡി. സതീശനായാലും പിണറായി വിജയനായാലും ആരായാലും അത് കണക്കാ.
പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹത്തോടൊപ്പമുള്ള കമാൻഡോകളുടെയും പോലീസിൻ്റെയും ഔദ്യോഗിക നിയമപരമായിട്ടുള്ള ഒരു ബാധ്യത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ മുഖ്യമന്ത്രിയുടെ സുരക്ഷ അല്ലെങ്കിൽ അവർക്ക് സുരക്ഷ ഒരുക്കുക എന്നതാണ്, സുരക്ഷിതമായി സഞ്ചരിക്കുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയൊക്കെ SPG മറ്റ് സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് ആരെങ്കിലുമൊക്കെ അതിക്രമിച്ചുകൊണ്ട് കയറാൻ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ കയറാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? അവകാശമില്ല എന്നുള്ളത് സത്യമാണ്. VD സതീശനടക്കമുള്ള ഏത് ഭരണാധികാരി സഞ്ചരിക്കുന്ന വാഹനം ആയിക്കോട്ടെ. ഇനി VD സതീശനടക്കം, അദ്ദേഹം മുഖ്യമന്ത്രിയാണല്ലോ, 2 വാഹനങ്ങളെ മുന്നിലും പിന്നിലുമായിട്ട് പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി തന്നെയാണ്. അതിനിടയിലേക്ക് കരിങ്കൊടിയുമായിട്ട് ആക്രമണോത്സുകരായിട്ട് ചാടി വീണാലും സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് അവരുടെ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് ഇടപെടേണ്ടി വരും. ഇതൊക്കെ തന്നെ ചെയ്യും. ചില ഉദാഹരണങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോയി നോക്കാം. ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഒരു സംഭവം, UDF ഭരണകാലത്ത് TH മുസ്തഫ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ വാഹനങ്ങൾ തടഞ്ഞപ്പോൾ ഉണ്ടായ പോലീസ് അതിക്രമങ്ങൾ, കൂത്തുപറമ്പിൽ സമരക്കാർക്ക് നേരെ നടന്നിട്ടുള്ള ഒരു ദാക്ഷിണ്യവുമില്ലാത്ത വെടിവയ്പ്പൊക്കെ കണ്ട നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ആ ചരിത്ര സത്യങ്ങളെല്ലാം ബോധപൂർവം അങ്ങോട്ട് മറച്ചുവെച്ച് മാറ്റിവെച്ചിട്ട് പിണറായി വിജയൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ മാത്രം വലിയ തോതിൽ പർവ്വതീകരിച്ച് അവതരിപ്പിച്ചു എന്നുള്ളതും കൂടി നമ്മളിതിലൂടെ ചേർത്ത് പറയണം. കേന്ദ്ര അന്വേഷണ ഏജൻസികളായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ED, കസ്റ്റംസ്, CBI ഈ സംവിധാനങ്ങളുടെ അന്വേഷണങ്ങളെ എതിർക്കുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതൊക്കെ അന്വേഷിക്കട്ടെ, സത്യം പുറത്തു വരട്ടെ, കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ പിണറായി അടക്കം ശിക്ഷിക്കട്ടെ. പക്ഷേ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തുകൊണ്ട് പിണറായിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഓഫീസിനെയും ഒക്കെ ലക്ഷ്യമിട്ട് കള്ളക്കഥകൾ മെനയുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. അത് ശരിയല്ല എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇതുപോലെ തന്നെ ഇടതുപക്ഷം വലതുപക്ഷത്തിൻ്റെ മേൽ, വലതുപക്ഷത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ സപ്പോർട്ട് കൂടി ചെയ്തു വെച്ചു കൊടുത്താണ് മറിയം റഷീദയും അതുപോലെ അന്നത്തെ ISR ചാരക്കേസും എല്ലാം. അത് പിന്നീട് എങ്ങനെയാണ് വന്നത്, അവസാനം അത് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിഞ്ഞൂടെ? എത്ര ആൾക്കാരുടെ തല ഉരുണ്ടു, നിരപരാധികളുടെ. മനസ്സിലാക്കണം. അപ്പോൾ വരില്ല എന്ന് നമുക്കറിയാൻ പറ്റൂല. ഇനി ലാവലിൻ കേസ്, അതിങ്ങനെ അനന്തമായി നീളുന്നു എന്നതാണ് അടുത്ത ഒരു ആരോപണം പറയുന്നത്, സ്വാധീനിച്ചിട്ടാണ് എന്ന്. എന്നാൽ ഒന്ന് പറയട്ടെ, ഈ ലാവലിൻ കേസ് അനന്തമായി നീളുന്നു എന്ന സത്യം നിലനിൽക്കെ തന്നെ ലാവലിൻ കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുൻനിർത്തിയിട്ട് BJPയും കേന്ദ്ര ഏജൻസികളും വർഷങ്ങളോളം നിരന്തര അന്വേഷണം നടത്തിയിട്ടും അഴിമതിയുടെ ഒരു തുമ്പ് പോലും അതിൽ നിന്ന് കണ്ടെത്താനോ അദ്ദേഹത്തിനെതിരെ നിയമപരമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാനോ സാധിച്ചിട്ടില്ല എന്നതുകൂടി നമ്മൾ എടുത്തു പറയണ്ടേ. അങ്ങനെ ഒരു തെളിവ് ഉണ്ടായിരുന്നുവെങ്കിൽ, എടുത്ത് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പിണറായി വിജയൻ ഈ കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുമായിരുന്നു. ഒന്ന് മറുപടി പറയണം. വിമർശിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ആരും വിമർശനത്തിന് അതീതരുമല്ല. ചില പ്രത്യേക YouTube ചാനലുകൾ അല്ലെങ്കിൽ ചില പ്രത്യേക ഓൺലൈൻ മാധ്യമങ്ങൾ, അവരൊക്കെ നമ്മളൊന്ന് എടുത്തു വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ, അതായത് അന്നത്തെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ അങ്ങേയറ്റം നീചമായിട്ടുള്ള വ്യക്തിഹത്യകളും അപാത പ്രചരണവുമാണ് ദിവസം അഴിച്ചുവിട്ടുകൊണ്ടിരുന്നത്. നമ്മളൊന്നും വിമർശനത്തിന് അപ്പുറത്തേക്ക് വ്യക്തിഹത്യ നടത്താൻ പോയിട്ടില്ല. ഈ ചാനലുകളും YouTube ചാനലുകളും ഓൺലൈൻ മീഡിയകളും പടച്ചുവിടുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയെന്ന് സമ്മതിച്ചു കൊടുക്കാൻ തൽക്കാലം പറ്റൂല. അത് പറ്റില്ല. എന്തിലും മറഞ്ഞിരിക്കുന്ന ചില കാരണങ്ങളുണ്ടാവും. അങ്ങനെ മറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത ഒരു വിഷയം കൂടെ അതിനകത്ത് കയറി വരും. കേരളത്തിൻ്റെ ചരിത്രം ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ. എക്കാലത്തും എല്ലാ കാലത്തും നിലനിന്നിരുന്ന ചില സവർണ രാഷ്ട്രീയ ലോബികളുടെ അസഹിഷ്ണുതയുണ്ട്. ചിലരൊക്കെ ചിലയിടത്ത് വരാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട്, ഒരു വിദ്വേഷ നിലപാട്. അത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾക്ക് പിന്നിൽ ഇത്തരം സംഭവങ്ങൾ വ്യക്തമായിരുന്നു എന്ന് നമുക്ക് കരുതേണ്ടി വരും. പിണറായി വിജയനെ മൂലക്കിരുത്താൻ അത് ഉപയോഗപ്പെടുത്തി എന്നാണ് നമ്മളിപ്പോൾ കരുതേണ്ടി വരുന്നത്. കാരണം സാധാരണ ഒരു ഈഴവ കുടുംബത്തിൽ നിന്ന് സ്വന്തം പ്രയത്നം കൊണ്ട് ഉന്നത രാഷ്ട്രീയ പദവിയിലെത്തിയിട്ടുള്ള ഒരു പിന്നാക്ക വിഭാഗക്കാരനായ നേതാവ്, ആ നേതാവ് ഇവിടെ ഭരണാധികാരിയായിട്ട് ദീർഘകാലം വിരാജിക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില സ്ഥാപിത താല്പര്യക്കാർ, അവർക്കത് ദഹിക്കുന്നില്ല. ഇത്തരം നീക്കങ്ങൾക്ക്, ഇത്തരത്തിൽ അപമാനിക്കാനുള്ള നീക്കങ്ങൾക്ക് അകമഴിഞ്ഞ പിന്തുണ നൽകിയത് എന്ന് തെളിഞ്ഞു വന്നിട്ട്, കാരണം അതൊക്കെ അതിൻ്റെ പിന്നിലുണ്ടെന്ന് തെളിഞ്ഞു വന്നിട്ട് ആഴ്ചകളെ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ കാര്യങ്ങളോട് പറയാൻ എൻ്റെ ചാനലിൽ ഞാൻ ഉപയോഗിക്കുന്നത്. സാമുദായിക സന്തുലിതാവസ്ഥയിലെ ചില വിഷയങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ചില ശ്രദ്ധക്കുറവുകൾ പിണറായിയുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്വതന്ത്ര കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ മാധ്യമ വേട്ടകൾക്ക് ഇരയായിട്ടുള്ള ഭരണാധികാരിയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് കാണാൻ പറ്റും. എന്നിട്ടും ഈ പിണറായി വിജയനെതിരെയുള്ള കള്ളപ്രചരണങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് കൊല്ലാക്കൊല ചെയ്യാനുള്ള പ്രചരണങ്ങളെ ധീരമായി നേരിട്ടുകൊണ്ട് പിണറായി മുന്നോട്ട് പോയി എന്നത് ചരിത്രം തന്നെയാണ്. അവസാനം വരെ യാതൊരു വിട്ടുവീഴ്ചയും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അത് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ വളരെ ധിക്കാരപരമായി അതിനെ നേരിട്ടു. ചിലപ്പോഴൊക്കെ അത് വേണ്ടി വരും. ചുരുക്കം പറഞ്ഞാൽ കേരള ചരിത്രത്തിൽ ഏറെ വിമർശിക്കപ്പെട്ട അപവാദങ്ങൾ കേൾക്കേണ്ടി വന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുമ്പോഴും കേരളത്തിൻ്റെ അടിസ്ഥാന വികസനം മുമ്പ്
ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ മറ്റ് ഒരു സർക്കാരിനും ഇടത് വലത് സർക്കാരുകൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിധം വളർന്നു എന്നത് സത്യമല്ലേ? അതുകൂടി നമ്മൾ നോക്കണം. എന്നിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ അബദ്ധങ്ങളെയോ അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം പടച്ചുവിട്ടുള്ള ചില അപവാദങ്ങളെയോ ഒക്കെ അതുമാത്രം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ മത്സരിച്ചത്? അല്ലെങ്കിൽ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മാത്രം, അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം, മൂലയ്ക്കെത്താൻ വേണ്ടി മാത്രം മാധ്യമങ്ങൾ എന്താ ഇങ്ങനെ പണിപ്പെട്ടത്? അതൊക്കെ ഒരു ആസൂത്രിത പ്രചരണമായിരുന്നുവെങ്കിൽ ആരൊക്കെയായിരുന്നു അതിൻ്റെ പിന്നിലെന്ന് നമ്മൾ അറിയണ്ടേ? ഒരു പ്ലാനിങ്ങോടുകൂടി പിണറായി മൂലയ്ക്കിരുത്താൻ ശ്രമിച്ചതാണ് എന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് സംസാരിക്കണം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല, വലിയ വീഡിയോ ആയതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്താണ്. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഞെക്കി കാത്തിരിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ യൂട്യൂബിൽ ചില പുതിയ തരികിടകളൊക്കെ അവർ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാ വീഡിയോകളും എല്ലാവരിലും എത്തൂല. അതുകൊണ്ട് നിങ്ങളെ പ്രേക്ഷകരുടെ, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളുടെ സാറിനും കൂടി ഉണ്ടെങ്കിലേ നമുക്കൊക്കെ ഇനി നിലനിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇതിൻ്റെ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയിട്ട് ഒന്ന് കാത്തിരിക്കുക. കുറച്ചുകൂടി കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് പറയാനുണ്ട്. UDF-ലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതിനുവേണ്ടി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. Different angles. Don't forget to subscribe and support this channel.